ഫറൂഖാബാദിന്റെ ഉത്സവം കൊട്ടുംപാട്ടുമായി അരങ്ങ് തകർക്കുകയാണ്. മൺമറഞ്ഞുപോയ നാടൻ കലാരൂപങ്ങളെ വരെ ഓർത്തെടുത്ത് അവതരിപ്പിക്കുന്ന ഫോക്ലോർ തന്നെയാണ് ഇന്നത്തെ താരം. ഒപ്പം മറ്റ് രണ്ട് വേദികളിലായി മലയാളം കവിതാ പാരായണം, ലളിതഗാനം എന്നിവയുമുണ്ട്. ഒന്നാം ദിനം ഉച്ചയ്ക്ക് ശേഷമാണ് ആവേശകരമായ മത്സരങ്ങൾ കൊണ്ട് വേദികൾ സമ്പന്നമായത്. പ്രധാന വേദിയായ ഓപ്പൺ എയറിൽ നാടൻ കലയുടെ സൗന്ദര്യം ചാലിച്ച ഫോക്ലോർ കാണികളെ ഏറെ ആകർഷിച്ചു. നാടൻ കലകളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ ടീമുകളും വേദിയിലെത്തിയത്. ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിയ മത്സരത്തിനൊടുവിൽ ഫോക്ലോറിൽ IDB ഹോസ്റ്റലും SS ഹോസ്റ്റലും ഒന്നാം സ്ഥാനം പങ്കിട്ടു. 3:30 ഒന്നാം വേദിയിലെ മത്സരങ്ങൾ അവസാനിച്ചു. രണ്ടാം വേദിയായ ഓഡിറ്റോറിയത്തിൽ 12 മണിയോടുകൂടി ലളിതഗാന മത്സരത്തിന് തുടക്കമായി. ആവേശോജ്വലമായ ലളിതഗാന മത്സരത്തിൽ ആൺകുട്ടികളിൽ PG വിദ്യാർത്ഥിയായ ജവാദ് ഒന്നാം സ്ഥാനം നേടിയെടുത്തു. 12 പേരുടെ പങ്കാളിത്തത്തോടെ നടന്ന പെൺകുട്ടികളുടെ ലളിതഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയെടുത്തത് സെക്കൻഡ് DC വിദ്യാർത്ഥിനിയായ തീർത്ഥ സുരേഷാണ്. ലളിതഗാനം സമാപിച്ചതോടെ രണ്ടാം വേദിയിൽ ശാസ്ത്രീയ സംഗീതത്തിന് തുടക്കമായി. ആൺകുട്ടികളിൽ PG വിദ്യാർത്ഥി വിവേക് കുട്ടനും പെൺകുട്ടികളിൽ സെക്കൻഡ് DC വിദ്യാർത്ഥിനി തീർത്ഥ സുരേഷും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ഒന്നാം ദിനം ഫോസ്ലാവയ്ക്ക് അരങ്ങൊഴിയുമ്പോൾ പോരാട്ടം മുറുകുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ആര് കിരീടം സ്വന്തമാക്കുമെന്നറിയാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കണം. ഒന്നാം ദിവസം കൊടിയിറങ്ങുമ്പോൾ ഓരോ ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ചരിത്രം നിലനിർത്താൻ SS ഒരുങ്ങുമ്പോൾ ചരിത്രം മാറ്റിയെഴുതാൻ മറ്റു ടീമുകൾ പടപൊരുതുകയാണ്. പൊടിപാറുന്ന മത്സരങ്ങൾക്ക് അവസാനം ഫറൂഖിന്റെ വിജയിയെ നാളെ അറിയാം. ഒന്നാം വേദിയിൽ നിന്നും ടീം മൾട്ടിമീഡിയ.